ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലീപ് ബൈ IAS ഫാക്ടർ. നമ്മൾ പുതിയൊരു എപ്പിസോഡിലൊക്കെ കിടക്കുകയാണ്. ഹിയർ ഇസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് എപ്പിസോഡ്. ഐഡന്റിഫൈ ദി കറക്റ്റ് ആനിമൽ ഫ്രം ദി ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻസ്. അതൊരു വെറൈറ്റി ചോദ്യം, നമ്മൾ ഇതുവരെ ഫേസ് ചെയ്യാത്ത ടൈപ്പ് ഒരു ചോദ്യമാണ്. സ്റ്റിൽ UPSC പണ്ടൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കുറേ കാലങ്ങൾക്കൊക്കെ മുമ്പാണത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് അങ്ങനെയൊന്നും ചോദിക്കാത്ത സ്ഥിതിക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഒരു 3 ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്, 3 സ്റ്റേറ്റ്മെന്റ്സ്. ആ ഡിസ്ക്രിപ്ഷൻസിൽ നിന്നും ഏത് ആനിമൽ ആണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ, ഇൻഹാബിറ്റ്സ് ദി വാം കോസ്റ്റൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ആൻഡ് പസഫിക് ഓഷ്യൻസ്. അപ്പം ഇന്ത്യൻ പസഫിക് ഓഷ്യൻസിൽ കാണുന്ന ഒരു ആനിമലാണ്. ലാർജ്ലി ഡിപ്പെൻഡന്റ് ഓൺ സീഗ്രാസ് കമ്മ്യൂണിറ്റീസ് ഫോർ സബ്സിസ്റ്റൻസ്. സബ്സിസ്റ്റൻസിനായിട്ട്, അതായത് അതിന് ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ആഹാരത്തിന്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും അത് ആശ്രയിക്കുന്നത് സീഗ്രാസിനെയാണ് എന്ന് പറയുന്നു. ആൻഡ് ദി തേർഡ് വൺ ഈസ് സ്നൗട്ട് ഈസ് ബ്രോഡ് ആൻഡ് ബ്രിസിൽഡ്. അതിന്റെ സ്നൗട്ട് എന്ന് പറയുന്നത് ഭയങ്കര ബ്രോഡാണ്, ബ്രിസിൽഡ് ആണ്. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ ഏത് ആനിമൽ ആണെന്ന് കണ്ടെത്തണം. നമുക്ക് ഓരോന്നും നോക്കാം. ലാസ്റ്റ് വൺ ആണ് കുറച്ചും കൂടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് പറയുന്നതല്ലേ. അപ്പൊ നമുക്കത് നോക്കിയേക്കാം. നോക്കൂ, മാനറ്റി, ഡുഗോങ്, ഒലിവ് റിഡ്ലി ടേർട്ടിൽ ആൻഡ് സീൽ. ഒരു പക്ഷേ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് മാനറ്റി എന്ന് പറയുന്ന സാധനത്തിന് കേട്ടിട്ടുണ്ടാവും പലരും, പക്ഷെ അതിന്റെ ഒരു ഇമേജസ് ഒന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മാനറ്റി ആയിക്കോട്ടെ, ഡുഗോങ് ആയിക്കോട്ടെ, ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മളാകെ ഒരു UPSC സർക്കിളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരുകളൊന്ന് ഒലീവ് റിഡ്ലി ടേർട്ടിലാണ്. അപ്പോൾ ടേർട്ടിലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്നൗട്ട് എന്ന് പറയുന്നത് അത്ര ബ്രോഡൊന്നും അല്ല അല്ലേ. ഒരു കടലാമയാണല്ലോ ടേർട്ടിൽ എന്ന് പറയുന്നത്. അപ്പം അതിന് സ്നൗട്ട്, ഈ മൂക്കിന്റെ ഒക്കെ ഭാഗം, അതാണ് സ്നൗട്ട്. ഓക്കെ, അത് ഇത്ര ബ്രോഡൊന്നും അല്ല, ചെറുതായിട്ടുള്ളതാണ്. സോ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ, ഒലിവ് റിഡ്ലി ടേർട്ടിലിനെ എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈ സീൽ. സീലിനെ പലരും കണ്ടിട്ടുണ്ട്. സ്നൗട്ട് കുറച്ചൊക്കെ ബ്രോഡാണ്, ബ്രിസിൽഡ് ആണോ, അങ്ങനത്തെ ഒരു അപ്പിയറൻസിൽ പലർക്കും ഡൗട്ട്ഫുൾ ആയിരിക്കും. സ്റ്റിൽ നമ്മളല്ലോ മാനറ്റിയും ഡുഗോങ്ങും പലരുടെയും മൈൻഡിലേക്ക് ആ ഇമേജ് വരുന്നുണ്ടാവില്ല. ഓക്കെ, ഇനിയും ബാക്കിയുള്ള 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നൊന്ന് നോക്കിക്കേ. ഇൻഹാബിറ്റ്സ് ദി വാം കോസ്റ്റൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ആൻഡ് പസഫിക് ഓഷ്യൻ. പസഫിക് വിട്ടേരെ, നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവത്തില്ല. ഇന്ത്യൻ ഓഷ്യനിലെ വാം കോസ്റ്റൽ വാട്ടേഴ്സിൽ കാണും എന്നാണ് പറയുന്നത്. ഓക്കെ, റീസെന്റ് ആയിട്ട് പത്രം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഈ ബാക്കിയുള്ള 3 നിന്നും ഒരെണ്ണം കറണ്ട് അഫെയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരുന്നു. ആൻഡ് ഇവിടെ നോക്കൂ, സീഗ്രാസിനെ ആണ് എന്ത് സബ്സിസ്റ്റൻസിന് വേണ്ടി ആശ്രയിക്കുന്നത്. സോ ഈ കൂട്ടത്തിൽ ഒരു ഹെർബിവോറസ് മാമലുണ്ട്. ഈ കൂട്ടത്തിൽ ഒരെണ്ണം. അത് ഏതാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്നവർക്ക് ഇതിന് മാർക്ക് ചെയ്തിരിക്കും. ആൻഡ് റൈറ്റ് ആൻസർ ഈസ് ഡുഗോങ്. ഡുഗോങ് അല്ലെങ്കിൽ സീ കൗ എന്നൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, സീ കൗ എന്നൊക്കെ വിളിക്കാറുണ്ട് ഡുഗോങ്ങിനെ. അപ്പം ഡുഗോങ് എന്തുകൊണ്ട് ന്യൂസിൽ വന്നു എന്നത് ദേ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഫാക്ട് ബോക്സിലേക്ക് നോക്കുക. തമിഴ്നാട് 2022 ഇന്ത്യയുടെ ഫസ്റ്റ് ഡുഗോങ് കൺസർവേഷൻ റിസർവ് നോട്ടിഫൈ ചെയ്യുകയുണ്ടായി ഇൻ പാക് ബേ. പാക് ബേ എവിടാണെന്ന് നമുക്കറിയാമല്ലോ. അതായത് സതേൺ ടിപ്പിൽ പാക് ബേ സെപ്പറേറ്റ്സ് എന്താ പറയേണ്ടത്, ഇന്ത്യൻ മെയിൻലാൻഡ് ആൻഡ് ശ്രീലങ്ക അല്ലേ. അപ്പൊ ആ ഒരു ഏരിയയിൽ, ആ പാക് ബേ ഏരിയയിൽ തമിഴ്നാട് സർക്കാർ ആദ്യമായിട്ട് ഇന്ത്യയുടെ ഡുഗോങ് കൺസർവേഷൻ റിസർവ് നോട്ടിഫൈ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ബൈ IUCN ഇൻ 2025. ഇതുകൊണ്ടാണ് ഇത് ന്യൂസിൽ ഈ അടുത്തിടെ ഉണ്ടായിരുന്നത്. 2025 എന്ത്, IUCN ഈ ഡുഗോങ് കൺസർവേഷൻ റിസർവിനെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തു. സോ ഡുഗോങ് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ആനിമലിന്റെ പേരല്ല. അപ്പൊ അതിന്റെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം UPSCക്ക് അങ്ങനെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് ചോദ്യം ചോദിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരുന്നത് ലാർജ്ലി ഡിപ്പെൻഡന്റ് ഓൺ സീഗ്രാസ് കമ്മ്യൂണിറ്റി. സീഗ്രാസിനെ ഭക്ഷിച്ചുകൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും ജീവിക്കുന്നത്. സോ ബേസിക്കലി ഇറ്റ്സ് എ ഹെർബിവോറസ് മാമലാണ്, മറൈൻ മാമലാണ്. ഓക്കെ,
അങ്ങനെയും വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ലിസ്റ്റ് ഓഫ് ആനിമൽസിന്റെ പേര് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് മറൈൻ മാമൽ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് മാമൽ എന്ന് ചോദിക്കാം. സോ ഡുഗോങ്, സീ കൗ എന്ന് വിളിക്കപ്പെടുന്ന ഡുഗോങ് ഒരു മറൈൻ മാമലാണ്. ഇറ്റ് ഈസ് എ ഹെർബിവറസ് ആനിമൽ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കണ്ടോ, അതിന്റെ സ്നൗട്ട് നോക്കിക്കുക, ഭയങ്കര ബ്രോഡാണ്, ബ്രിസിൽഡ് ആയിട്ടിരിക്കുന്ന സ്നൗട്ടാണുള്ളത്. അതിന്റെ വാലിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര ഇങ്ങനെ ടേപ്പേർഡ് ആയിട്ട് വരുന്ന വാലാണ് അതിനുള്ളത്. അപ്പൊ അങ്ങനത്തെ ബേസിക് ഫീച്ചേഴ്സ് കുറച്ച് നോക്കി വെക്കുക. ഓക്കെ, ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഉല്ലാസ് പ്രോഗ്രാം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അക്രോണിംസ് തന്നിട്ട്, അബ്രീവിയേഷൻസ് തന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സ്വഭാവം UPSCക്ക് വളരെ കാലങ്ങൾക്ക് മുമ്പ് തൊട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉല്ലാസ്, നമുക്കൊരു അബ്രീവിയേഷൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയേണ്ടത്, ഓരോ ലെറ്റേഴ്സിനും എക്സ്പാൻഷൻ എടുക്കുമ്പോൾ നമ്മളുടെ ഓപ്ഷൻസിലെ കീവേഡ്സുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് ഒരു വഴി. നമുക്ക് ആ പ്രോഗ്രാമിന്റെ അബ്രീവിയേഷൻ എന്താണ് എന്നുള്ള അതിന്റെ എക്സ്പ്ലനേഷൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടി അതിലെ ഓരോ വേർഡ്സും എടുത്തിട്ട് നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഏതെങ്കിലും കീവേഡ്സുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നോക്കാം, നമുക്ക് 4 ഓപ്ഷൻസ്. To establish centers of excellence in universities and provide research fellowships for developing new educational technologies across all states and union territories. സി ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് പറയേണ്ടത്? സെന്റേഴ്സ് ഓഫ് എക്സലൻസ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ് അല്ലേ? സെന്റേഴ്സ് ഓഫ് എക്സലൻസ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. സോ അതാണ് അവിടുത്തെ ബേസിക് കീവേഡ്. അപ്പോൾ ഉല്ലാസിലേക്ക് നോക്കുമ്പോൾ സിയും ഇയും ഒന്നും നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ലോജിക്കലി നമുക്ക് എന്താണ് ഇതിനെ എലിമിനേറ്റ് ചെയ്ത് നിർത്താം. നെക്സ്റ്റ് വൺ നോക്കൂ. ടു പ്രൊവൈഡ് വൊക്കേഷണൽ സ്കിൽ സർട്ടിഫിക്കേഷൻ ആൻഡ് ജോബ് പ്ലേസ്മെന്റ്സ് to unemployed youth aged 18 to 35 who have completed primary education. ഓക്കെ, അതിൽ നോക്കുകയാണെങ്കിൽ വൊക്കേഷണൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു കീവേഡ് ആണ് അല്ലേ? അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കീവേഡാണ് ഞാൻ എടുക്കുന്നത്. വൊക്കേഷണൽ എന്ന് പറയുന്ന ഒരു കീവേഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ജോബ് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു കീവേഡായിട്ട് സെലക്ട് ചെയ്യാം. ഇതൊക്കെ സെലക്ട് ചെയ്താലും ഉല്ലാസിനകത്ത് വി ഇല്ല, ജെ ഇല്ല, അങ്ങനെ പ്രധാനപ്പെട്ടതൊന്നും വരുന്നില്ല. സോ അതും ഞാൻ എലിമിനേറ്റ് ചെയ്ത് നിർത്തുന്നു. ഇനി സിയിലേക്ക് വരിക. ടു എൻഷുർ 100% എൻറോൾമെന്റ് ഓഫ് ചിൽഡ്രൻ ഏജ് 6 to 14 ഇൻ ഫോർമൽ സ്കൂളിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫ്രീ ഡിജിറ്റൽ ലേണിംഗ് ഡിവൈസസ് ടു സപ്പോർട്ട് ദെയർ എലിമെന്ററി എഡ്യൂക്കേഷൻ. സോ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കീവേഡ് ആവാം, ഫോർമൽ സ്കൂളിംഗ് എന്ന് പറയുന്നത് ഒരു കീവേഡ് ആവാം. ഇതൊക്കെ കീവേഡായിട്ട് വരാം. അപ്പം വീണ്ടും ഉല്ലാസിലേക്ക് നോക്കുമ്പോൾ എന്താണ്? എഫ് ഇല്ല, ഇ ഇല്ല, ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇതും ഞാൻ എലിമിനേറ്റ് ചെയ്ത് നിർത്തുന്നു. നെക്സ്റ്റ് വൺ നോക്കൂ. ടു ഇമ്പാർട്ട് ഫൗണ്ടേഷണൽ ലിറ്ററസി, ന്യൂമറസി ആൻഡ് ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽസ് ടു ഓൾ നോൺ ലിറ്ററേറ്റ്സ് ഇൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 15 years ആൻഡ് എബോവ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഫൗണ്ടേഷണൽ ലിറ്ററസി എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം, ന്യൂമറസി എന്ന് പറയുന്നത് എടുക്കാം, ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽ എന്നൊക്കെ പറയുന്നത് എടുക്കാം. സി ഇവിടെയും നോക്കുമ്പോൾ എന്താണ്? എഫ് ഇല്ല, എല്ല് വേണമെങ്കിൽ 2 L ഉണ്ട് ഉല്ലാസിനകത്ത്, അതുകൊണ്ട് ലിറ്ററസി വേണമെങ്കിൽ പറയാം. എൻ ഇല്ല, സി ഇല്ല. സോ ഇത് മൊത്തത്തിൽ കണ്ടോ, നമ്മുടെ ടെക്നിക്ക് ഇവിടെ ചീറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയും ടെക്നിക്കുകൾ ചീറ്റാം. മനസ്സിലായില്ലേ? അതായത് UPSC ഇടുന്ന ചോദ്യങ്ങളെ ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ സ്ട്രാറ്റജീസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും വെച്ചിരിക്കുക. ഓക്കെ, സ്ട്രാറ്റജി മാത്രം പഠിച്ചുകൊണ്ട് പ്രിലിംസ് പാസ്സാവാൻ ഒക്കത്തില്ല. കണ്ടന്റ് മാത്രം പഠിച്ചുകൊണ്ട് പ്രിലിംസ് പാസ്സാവാൻ ഒക്കത്തില്ല. കണ്ടന്റും സ്ട്രാറ്റജിയും നിങ്ങളുടെ മനസാന്നിധ്യവും ഒരേപോലൊക്കെ വർക്കാകുമ്പോഴേ നമുക്ക് പ്രിലിംസ് പാസ്സാവാൻ ഒക്കത്തുള്ളൂ എന്നുള്ള ബോധ്യം വരണം. ഓക്കെ, ഇനി നമുക്ക് ഉല്ലാസിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ ഉല്ലാസിന്റെ ഫുൾ ഫോം ദേ ഇവിടെ കാണിക്കാം. നോക്കൂ, ഉല്ലാസ് സ്റ്റാൻഡ്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി. ഇതാണ് ഉല്ലാസിന്റെ ഫുൾ ഫോം. കേട്ടോ, നമ്മൾ ഇവിടെ കാണിച്ച ഒരു കീവേഡിലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കയറി വന്നിട്ടില്ല. ഇനിയും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഈ 4 ഓപ്ഷനിൽ ഏതായിരിക്കും? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി. ഫോർ ഓൾ,
for all for all age group of 15 years and above. So option D is the right answer. 15 വയസ്സിന് മുകളിലുള്ള എല്ലാ നോൺ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഫൗണ്ടേഷണൽ ലിറ്ററസിയും ന്യൂമറസിയും ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽസും, അതായത് നമ്മൾ ബേസിക് ലിറ്ററസി എന്ന് പറയുന്ന കാര്യമില്ലേ, അതായത് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും എഴുതാനും അറിയുന്ന അവസ്ഥ, ബേസിക് മാത്സ് ചെയ്യാനുള്ള അവസ്ഥ, ഇതാണ് ബേസിക് ലിറ്ററസി. അത് ഫൗണ്ടേഷണൽ ലിറ്ററസി എന്ന് പറയും. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് ഈ ഉല്ലാസ് പ്രോഗ്രാമിന്റെ പ്രത്യേകത? അത് ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഭയങ്കര വലിയ ഒരു അടിപൊളി പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് മെയിൻസിലൊക്കെ എടുത്തെഴുതാൻ പറ്റുന്ന, എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രം എഴുതാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഉല്ലാസ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് അതിന്റെ ആ ഒരു മേക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കിയേ. ഫോർ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 15 ഇയേഴ്സ് ആൻഡ് എബവ്, അത് 15 ഇയേഴ്സ് ആൻഡ് എബവ് എടുക്കാനുള്ള കാരണം എന്താ? 14 ഇയേഴ്സ് വരെ എന്താ നമുക്ക് കമ്പൾസറി എലിമെന്ററി എഡ്യൂക്കേഷൻ ഉണ്ടല്ലേ? ഇന്ത്യയിലെ എല്ലാവരും 14 ഇയേഴ്സ് വരെ കമ്പൾസറി ആയിട്ട് എഡ്യൂക്കേഷൻ നേടിയിരിക്കണം. അപ്പം അതിനുശേഷമുള്ള 15 ഇയേഴ്സിന് മുകളിലോട്ടുള്ള നോൺ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ കൊടുക്കണം? ബേസിക് ഫൗണ്ടേഷണൽ ലിറ്ററസിക്ക് അപ്പുറത്തേക്ക് ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽസ് കൊടുക്കണം, വൊക്കേഷണൽ സ്കിൽസ് കൊടുക്കണം, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട്, അതായത് മൊത്തത്തിലുള്ള ഒരു വ്യക്തിത്വ വികസനം, ഒരു പേഴ്സന്റെ ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറയുന്നതിനേക്കാളും ഒരു പേഴ്സന്റെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് ഉല്ലാസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വലിയ ബ്രോഡായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇത് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിൽ പലയിടത്തും യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് എസ്സേയിൽ എഴുതാൻ പറ്റും. ബാക്കി എല്ലാ പേപ്പറുകളിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഇത് എഴുതാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. മനസ്സിലായില്ലേ? ഈവൻ അങ്ങ് എത്തിക്സ് പേപ്പറിൽ വരെ എഴുതാൻ പറ്റുന്ന വലിയ ഒരു സ്കോപ്പ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. സോ എല്ലാവരും മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് നിന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, സ്കീം വിൽ ബി ഇംപ്ലിമെന്റഡ് ത്രൂ വോളണ്ടിയറിസം ത്രൂ ഓൺലൈൻ മോഡ്. അപ്പോൾ ഓൺലൈൻ മോഡിൽ കൂടെയാണ് ഈ സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത്. അതും വോളണ്ടിയറിസത്തിൽ കൂടെയാണ്. വോളണ്ടിയേഴ്സ്, സന്നദ്ധരായിട്ടുള്ളവർ മുന്നോട്ട് വന്നിട്ട് വേണം ഈ സ്കീമിൽ കൂടി ആളുകൾക്ക് എഡ്യൂക്കേഷൻ പകർന്നു കൊടുക്കാൻ. ഭയങ്കര ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിൽ ജോഗ്രഫിയിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും കൺഫ്യൂസിങ് ആയിരിക്കും പലപ്പോഴും. വിച്ച് ഓഫ് ദീസ് ജോഗ്രഫിക്കൽ എൻറ്റിറ്റീസ് ഈസ് എ നാരോ ഏരിയ ഓഫ് വാട്ടർ വെയർ ദി സീ ഫ്ലോസ് ഇൻ ടു ദി ലാൻഡ്? അപ്പം നാരോ ഏരിയ ഓഫ് വാട്ടർ ആയിരിക്കണം, സീ ഫ്ലോസ് ഇൻ ടു ദി ലാൻഡ് ആയിരിക്കണം. ഏതാണ്? ഓപ്ഷൻസ് അക്യൂഫർ, ബേ, ക്രീക്ക് ആൻഡ് ലഗൂൺ. സോ അക്യൂഫർ അല്ല എന്നുള്ളത് ഒരു സാധാരണ ജോഗ്രഫി വായിക്കുന്ന ആളിന് എളുപ്പമെന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലേ? അക്യൂഫർ ആവാൻ ഒരു ചാൻസ് ഇല്ല. കാരണം അവിടെ ഈ പറയുന്ന സീയുടെ ബന്ധമൊന്നും ഡയറക്റ്റ്ലി അവിടേക്ക് കയറി വരുന്നില്ല. സോ അക്യൂഫർ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. ഇനി ബേ എടുക്കാം. ബേ എന്ന് പറയുമ്പോൾ സീയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? ഒരു നാരോ ഏരിയ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ബേ ഒരു നാരോ ഏരിയ ഒന്നും നമുക്ക് വിളിക്കാനൊക്കത്തില്ല അല്ലേ? ലൈക്ക് ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരോ ഏരിയ ഒന്നും അല്ല. ക്രീക്ക് എന്താണെന്ന് പലർക്കും അറിയണം എന്നില്ല. ലഗൂൺ എന്താണെന്ന് പലർക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പൊ ക്രീക്കാണോ ലഗൂൺ ആണോ എന്നുള്ള ചിന്ത മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ. പക്ഷെ നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്തിയല്ലേ പറ്റൂ. അപ്പൊ ലഗൂൺ എന്താണെന്ന് ഒന്നുകൂടെ മനസ്സിലേക്ക് ആലോചിച്ചേ. കാരണം ക്രീക്ക് പലർക്കും അറിയണം എന്നില്ല. ലഗൂൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രെച്ച് ഓഫ് സോൾട്ട് വാട്ടർ ആണല്ലേ? ഒരു ഇങ്ങനെ കടൽ വെള്ളം കയറി കിടക്കുന്ന, മീൻസ് സീയിൽ നിന്നും ഒരു ചെറിയ സെപ്പറേഷനോട് കൂടി കിടക്കുന്ന ആ ഒരു കടൽ വെള്ളത്തിന്റെ, ലൈക്ക് സ്ട്രെച്ച് ഓഫ് വാട്ടർ സെപ്പറേറ്റഡ് ഫ്രം സീ ബൈ എ എന്താ ഒരു ലാൻഡ് ബാങ്ക് അല്ലെങ്കിൽ കോറൽ റീഫ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന അങ്ങനത്തെ ഒരു ഏരിയ ആണ് നമ്മൾ ലഗൂൺ എന്ന് വിളിക്കുന്നത്. അപ്പം ലഗൂണും ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ഇതിനകത്ത് ഏറ്റവും ആപ്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ക്രീക്കാണ്. എന്തുകൊണ്ട് ഈ ചോദ്യം ഇപ്പോൾ വന്നു? നിങ്ങൾ പത്രത്തിൽ ഇത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുള്ള ഒരു പേരാണെന്ത്? സർ ക്രീക്ക് എന്ന് പറയുന്നത്. റീസെന്റ് നമ്മൾ കണ്ടു, നമ്മളുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള മിസ്റ്റർ രാജ്നാഥ് സിംഗ് പാകിസ്ഥാൻ ഒരു ചെറിയ വാർണിംഗ് പോലൊക്കെ കൊടുക്കുന്നു. പാകിസ്ഥാൻ എന്താണ് ഈ സർ ക്രീക്ക് ബേസിക്കലി ഇന്ത്യ പാകിസ്ഥാൻ
ബോർഡറിൽ വരുന്ന ഒരു ഏരിയയാണ് സർ ക്രീക്ക് എന്ന് പറയുന്നത്. ഓൾവേസ് ഒരു ഡിസ്പ്യൂട്ടിന് സാധ്യതയുണ്ടല്ലോ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എന്ന് പറയുമ്പോൾ. അത് ഏത് സൈഡിലാണേലും, അതിങ്ങനെ കാശ്മീർ സൈഡിലാണേലും ഇങ്ങനെ ഗുജറാത്ത് സൈഡിലാണേലും എന്താണ്, നമുക്ക് ഈ പറയുന്ന സർ ക്രീക്ക് എന്ന് പറയുന്ന ആ ഏരിയ എപ്പോഴും ഒരു പ്രശ്നബാധിത ഏരിയ ആണ്. ഈ പ്രശ്നബാധിതം എന്ന് പറയാനുള്ള പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്ക സമയത്ത് ഈ ലാൻഡ് എല്ലാം അങ്ങ് എന്താവും, സബ്മേർജ്ഡ് ആവും. ഈ കാണുന്ന ഏരിയ എല്ലാം അങ്ങ് സബ്മേർജ്ഡ് ആവും. അന്നേരമാണ് ഈ പ്രധാന പ്രശ്നം. ഇതിന് മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ നീങ്ങുകയൊക്കെ ചെയ്യും. ആ ഒരു വിഷയം മൊത്തത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ പണ്ട് മുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ സർ ക്രീക്ക് എന്ന് പറയുന്നത് കാശ്മീർ പോലൊക്കെ തന്നെ ഓൾവേസ് ഒരു ഡിസ്പ്യൂട്ടഡ് ഏരിയ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പം ഈ സർ ക്രീക്കില് പാകിസ്ഥാൻ സൈഡില്, സർ ക്രീക്കിന്റെ അപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാൻ സൈഡില് പാകിസ്ഥാൻ വലിയൊരു മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്സ് എന്തോ സെറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ അതിന് റിപ്ലൈ എന്നോണം നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ തിരിച്ചൊരു മറുപടി സർ ക്രീക്കിനെ കുറിച്ച് കൊടുക്കുകയുണ്ടായി. സോ ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ഇങ്ങോട്ട് ഇങ്ങനത്തെ എന്ത് കാര്യങ്ങൾ വന്നാലും നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം UPSC ചോദിക്കാനുള്ള ഒരു സാധ്യത വലിയ രീതിയിൽ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ വന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. ആ രീതിക്കാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. നോക്കൂ, സർ ക്രീക്കിനെ കുറിച്ച് ബാക്കി ഫാക്ട് ബോക്സിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഇറ്റ്സ് എ ടൈഡൽ എസ്റ്ററി സ്നേക്കിംഗ് ത്രൂ വാസ്റ്റ് മാർഷി സോൾട്ട് ഫ്ലാറ്റ്സ് ഇൻ ദി റൺ ഓഫ് കച്ച്. അപ്പൊ റൺ ഓഫ് കച്ച് അറിയാമല്ലോ, നമ്മളുടെ എന്താ വൈറ്റ് ഡെസേർട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഏരിയ ആണല്ലോ റൺ ഓഫ് കച്ച്. അതായത് ഗുജറാത്തിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം വൈറ്റ് ഡെസേർട്ട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കാരണം എന്താ, അത്രയും വലിയ സോൾട്ട് ഫീൽഡുകളാണ് അവിടെ ഉള്ളത് അല്ലെ, ഉപ്പുപാടങ്ങൾ, വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഉപ്പുപാടങ്ങളാണ്. നല്ല റീൽസിലൊക്കെ നമുക്ക് കാണാമല്ലോ, ഇങ്ങനെ വൈറ്റ് ഫീൽഡിന്റെ നടുക്കൂടി ഇങ്ങനെ ബൈക്കൊക്കെ പോകുന്ന റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, അപ്പൊ അത് ഗുജറാത്തിന്റെ റൺ ഓഫ് കച്ച് ഏരിയയിലാണ് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കുക. ഈ സർ ക്രീക്ക് റീജിയൻ വരുന്നത് ആൻഡ് ഇറ്റ് എംപ്റ്റീസ് ഇൻടു ദി അറേബ്യൻ സീ. സോ ഇൻഡസും അതിന്റെ ബാക്കി കൈവഴികളും ഒക്കെ കൂടെ വന്നിട്ടാണ് ഇവിടെ ഈ വാട്ടർ ഫ്ലോ ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് എംപ്റ്റീസ് ഇൻടു ദി അറേബ്യൻ സീ. അപ്പൊ സർ ക്രീക്ക് പോലെയുള്ള ബേസിക് ജോഗ്രഫിക്കൽ ലാൻഡ് ഫോംസ് എൻറ്റിറ്റീസിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ നോക്കൂ. ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐറ്റംസ് ഈസ് ഓർ ആർ ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ്. ഈ പേര് നമ്മൾ ഇപ്പോൾ റൈറ്റ് നൗ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്, ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ. നിങ്ങൾ കേട്ട് കാണും. തമിഴ്നാട്ടിലും മധ്യപ്രദേശിലും ഒക്കെ ഒരു പ്രത്യേക ബ്രാൻഡ് ഓഫ് കഫ് സിറപ്പ് ബാൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതായത് കാഞ്ചീപുരം, തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് പ്രൊഡക്ഷൻ പ്ലാന്റ് ഉള്ള ഒരു കഫ് സിറപ്പ് ബ്രാൻഡ് ഡൈഎഥിലീൻ ഗ്ലൈക്കോളിന്റെ കണ്ടന്റ് കൂടുതലായത് കാരണം എന്താ ബാൻ ചെയ്തു. നമുക്ക് ചുമക്കൊക്കെ തരുന്ന മരുന്നില്ലേ, ആ മരുന്നിനകത്ത് ഡൈഎഥിലീൻ ഗ്ലൈക്കോളിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് കണ്ടന്റ് വളരെ കൂടി എന്നുള്ളതൊന്നും അല്ല നമ്മൾ പഠിക്കണം. നമ്മൾ അവിടെ ഡൈഎഥിലീൻ ഗ്ലൈക്കോളിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അതെന്താണ്, അതിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്. നമ്മൾ ആസ് UPSC ആസ്പിരന്റ് നമ്മൾ ഈ തരത്തിലാണ് നമ്മൾ കറണ്ട് അഫെയറിൽ വരുന്ന കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഓരോ ഏരിയയിലും നമ്മൾ ഓരോ തരത്തിലാണ് പഠിക്കേണ്ടത്. മനസ്സിലായി? സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, എക്കണോമിയിൽ മറ്റൊരു തരത്തിലാണ്. അതേപോലെ എൻവയോൺമെന്റ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് അവിടെ തരുന്ന കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. ഹിന്ദുവിലൊക്കെ തരുന്ന ഡയറക്റ്റ് കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അപ്പം ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടാക്കാനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? പെയിന്റ്സ്, ബ്രേക്ക് ഫ്ലൂയിഡ്സ്, ഗ്ലൂ ആൻഡ് പോളിസ്റ്റർ. ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 1, 2 and 3 only, 1, 2 and 4 only, 2 and 4 only, 1, 2, 3 and 4. അപ്പൊ ഡൈഎഥിലീൻ ഗ്ലൈക്കോളിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ്, ഈ കഫ് സിറപ്പിന്റെ ന്യൂസ് മാത്രം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ സോൾവെന്റ് ആണ്. ഒരു ഇൻഡസ്ട്രിയൽ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റം ആണ് എന്ത്, ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, പെയിന്റിന്റെ പ്രൊഡക്ഷനിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും, കാരണം ഒരു സോൾവെന്റ് ആണല്ലോ. ബ്രേക്ക് ഫ്ലൂയിഡ് സ്വാഭാവികമായിട്ടും ഉണ്ടാവണം. ഗ്ലൂ, പശ, അതിന്റെ കാര്യത്തിലും ഉണ്ടാവണം. പോളിസ്റ്റർ പിന്നെ സംശയിക്കാനൊന്നുമില്ല, പോളിസ്റ്ററിനകത്ത് അത് ഉണ്ടായാലേ പറ്റൂ. അപ്പോൾ 1, 2, 3 and 4 എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. ഇങ്ങനത്തെ സയൻസ് ആൻഡ് ടെക്നോളജി കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഉറപ്പായിട്ടും നോക്കി വെച്ചിരിക്കണം.
ഇത് നോക്കൂ, അതിന്റെ ബേസിക് ഫീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്താ നോക്കൂ. ഇറ്റ് ഈസ് കളർലെസ്, ഓർഡർലെസ് ആൻഡ് ഡിസെപ്റ്റീവ്ലി സ്വീറ്റ് ടേസ്റ്റിംഗ്. കണ്ടോ, ഇതാണ് കഫ് സിറപ്പിലെ ചതിക്കുഴി. ഇത് സ്വീറ്റ് ടേസ്റ്റിംഗ് ആണ്. അപ്പൊ കഫ് സിറപ്പിന്റെ ടേസ്റ്റ് കൂട്ടാൻ ഡൈഎഥിലിൻ ഗ്ലൈക്കോൾ മിക്സ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോഴും എന്തുകൊണ്ട് അറിയുന്നില്ല? ഇറ്റ് ഈസ് കളർലെസ് ആൻഡ് ഓർഡർലെസ്. അപ്പൊ മൊത്തത്തിൽ പറ്റിക്കാൻ വേണ്ടി ഒരു സാധനം കലർത്തി കഴിഞ്ഞാലും നമ്മൾക്ക് അറിയണമെന്നില്ല. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഡൈഎഥിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ നോക്കൂ. ഇത് പൊതുവേ നിങ്ങൾ അതിനെ പത്രത്തിൽ അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. പത്രത്തിൽ വന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ. പത്രത്തിൽ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഫണ്ടിന്റെ പേര് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല. ഫണ്ടിന്റെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ദി ക്രെഡിറ്റ് ബാലൻസസ് ഇൻ ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് അക്കൗണ്ട്സ് that have not been operated upon for 10 years or more by the depositor, or any amount remaining unclaimed for 10 years or more will be credited to depositor education and awareness fund. അതായത് നിങ്ങൾ ഈ റീസെന്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പല വേദികളിലും പറയുന്നുണ്ട്, ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളിലും ഒരുപാട് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകളുണ്ട്, അൺക്ലെയിംഡ് മണി കിടപ്പുണ്ട്. അതായത് 10 വർഷവും അതിനു മുകളിലുമായിട്ട് ആരും ശ്രദ്ധിക്കാത്ത, ആരും ക്ലെയിം ചെയ്യാത്ത, ആരും ഓപ്പറേറ്റ് ചെയ്യാത്ത ഒരുപാട് അക്കൗണ്ടുകളും ആ അക്കൗണ്ടുകളിലൊക്കെ വലിയൊരു എമൗണ്ട് മണിയുണ്ട്. ആ മണിയൊക്കെ എവിടേക്ക് ക്രെഡിറ്റ് ചെയ്യും? ഈ DEA ഫണ്ടിനകത്തേക്ക് ക്രെഡിറ്റ് ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവിടെയാണ് അതിന്റെ റെലവൻസ് വരുന്നത്. മനസ്സിലായില്ലേ? അതായത് സെൻട്രൽ ഗവൺമെന്റ് വലിയ രീതിയിൽ ഇങ്ങനത്തെ അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾ വന്നിട്ട് ക്ലെയിം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഇതിനൊരു പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഫണ്ട് 10 വർഷത്തിന് മുകളിലേക്ക് അൺക്ലെയിംഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടുകളെല്ലാം RBIയുടെ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കണം എന്നാണ് നിലവിലെ RBI എല്ലാവരോടും നിഷ്കർഷിച്ചിരിക്കുന്നത്, എല്ലാ ബാങ്കുകളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്, ഇതിൽ ഏതൊക്കെ അക്കൗണ്ടുകളിൽ അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുന്ന മണി ആയിരിക്കും ഈ DEA ഫണ്ടിലേക്ക് മൂവ് ചെയ്യേണ്ടത്? സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്, ടേം ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട്സ്. അപ്പൊ ഇതിൽ എത്രയൊക്കെ അക്കൗണ്ടുകളിലുള്ള എമൗണ്ടുകളിലാണ്, ഏതൊക്കെ അക്കൗണ്ടുകളിലുള്ള എമൗണ്ടുകളാണ് ഇവിടെ DEA ഫണ്ടിലേക്ക് മൂവ് ചെയ്യേണ്ടത്? ഒന്ന് ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിനകത്ത് സേവിങ്സ് ഡെപ്പോസിറ്റ് എന്താണെന്ന് അറിയായിരിക്കും, ടേം ഡെപ്പോസിറ്റ് എന്താണെന്ന് അറിയായിരിക്കും, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്താണെന്ന് അറിയായിരിക്കും. നിങ്ങൾക്ക് ആകെ അറിയാത്തത് ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് മാത്രമായിരിക്കും അല്ലേ? അത് വലിയ കാര്യമൊന്നുമില്ല. ഒരു എന്താ പറയണ്ടത്, ഒരു ടൈപ്പ് ഓഫ് ലോൺ അക്കൗണ്ട് എന്ന് നമുക്ക് വിളിക്കാം. ഒരു ഷോർട്ട് ടേം ലോൺ അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് ടേം ലോൺ അക്കൗണ്ടിനെയാണ് ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതിനകത്തേക്ക് ഇത് യൂഷ്വലി ബിസിനസ്സുകാരൊക്കെയാണ് ഇങ്ങനത്തെ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഈ ഷോർട്ട് ടേമിലേക്ക് മണി ആവശ്യമായിട്ട് വരുമ്പോഴത്തേക്ക് ഈ അക്കൗണ്ടിലേക്ക് ബാങ്ക് ഒരു നിശ്ചിത സമ്മ് ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പം ബിസിനസ്സുകാർക്ക് എന്ത് വേണം? ഇതിനകത്തുനിന്ന് അവർക്ക് വേണ്ട മണി എടുത്ത് യൂസ് ചെയ്യാം. ഓക്കെ, വേണ്ട മണി എടുത്തിട്ട് അവർക്ക് യൂസ് ചെയ്യാം. ആ എടുക്കുന്ന അത്രയും മണിക്ക് മാത്രം അവർ ഇൻട്രസ്റ്റ് പേ ചെയ്താൽ മതി. നമ്മൾ നോർമലി ലോൺ എടുക്കുമ്പോൾ മൊത്തം മണിയും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടും, പിന്നെ മൊത്തം മണിയുടെ പുറത്തായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. ഇവിടെ അങ്ങനല്ല. ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ടുകളിലേക്ക് ഒരു ഫിക്സഡ് സം ഓഫ് മണി അവർ ഇട്ട് കൊടുക്കും ബാങ്ക്. അതിൽ നിന്നും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു എന്ന് കരുതുക. ഞാൻ അതിൽ നിന്ന് 50,000 രൂപ മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 50,000 രൂപയ്ക്ക് മാത്രം ഇൻട്രസ്റ്റ് അടച്ചാൽ മതി. ഇത് യൂഷ്വലി ഷോർട്ട് ടേം പർപ്പസിനാണ്. അപ്പം അങ്ങനത്തെ അക്കൗണ്ടാണ് ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെ അക്കൗണ്ട് ആയിരിക്കും? എന്തായാലും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും ടേം ഡെപ്പോസിറ്റ് അക്കൗണ്ടും ഉണ്ടാവും അല്ലേ? സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ അക്കൗണ്ട്, ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇത് രണ്ടും എന്തായാലും ഉണ്ടാവും. മറ്റൊരു ടൈപ്പ് ഓഫ് ടേം ഡെപ്പോസിറ്റ് ആണല്ലോ RD അല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതും സ്വാഭാവികമായിട്ടും ഉണ്ടാവണം. ലാസ്റ്റ് വൺ, ക്യാഷ് ക്രെഡിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾക്ക് അറിഞ്ഞാൽ മതി.
ക്യാഷ് ക്രെഡിറ്റ് ഉണ്ടാവുമോ ഇല്ലയോ? ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ only 3 അല്ലെങ്കിൽ all 4 ആയിരിക്കും ആൻസർ. ഏത്? നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം 50-50 അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ ഞാൻ പറഞ്ഞു, അക്കൗണ്ടുകളിൽ ഓപ്പറേറ്റ് ചെയ്യാതെ കിടക്കുന്ന മണികളെല്ലാം അതിനകത്ത് ഒരു ലോജിക്കലി നമുക്ക് ഇന്ന അക്കൗണ്ട് എന്നൊന്നും വേർതിരിക്കേണ്ട ഒരു കാര്യവുമില്ല ലോജിക്കലി. അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ടും അങ്ങ് ടിക്കിടും. സോ ദാറ്റ് മീൻസ് ഓൾ 4 എന്നുള്ളത് തന്നെ ഞാൻ അടിച്ചിരിക്കും. അങ്ങനെ അടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നു 2 മാർക്ക്. ഓക്കെ, ആൻഡ് സ്കീം വാസ് ഫോർമുലേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ 2014. ബേസിക് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരുടെ ഇൻട്രസ്റ്റുകൾ, താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഫിനാൻഷ്യൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ 10 വർഷത്തിന് ശേഷം ഇനാക്റ്റീവായിട്ട് കിടന്നതുകൊണ്ട് DEA ഫണ്ടിലേക്ക് മൂവ് ചെയ്തു എന്ന് കരുതുക. അങ്ങനെ മൂവ് ചെയ്യുന്ന ഫണ്ട് അങ്ങ് പോകത്തില്ല കേട്ടോ. നിങ്ങൾക്ക് തിരിച്ചു പോയിട്ട് നിങ്ങൾ ആരെങ്കിലും പിന്നീട് ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലെയിം ചെയ്യാനായിട്ട് അതിൻ്റെ ഫോമുകളുണ്ട്. അതിൻ്റെ തെളിവുകളൊക്കെ കൊടുത്ത് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ആ ഫണ്ട് കിട്ടുന്നതാണ്. അപ്പം അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടോ അത് ഫുള്ളായിട്ടായിരിക്കും ഈ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ടിലേക്ക് പോവുക. അതായത് നിങ്ങൾ ഇട്ട പൈസയും അതിന് കിട്ടിയ ഇൻട്രസ്റ്റും എല്ലാം എത്രയൊക്കെ മണി അക്കൗണ്ടിലുണ്ടോ അത് ഫുൾ ഈ ഫണ്ടിലേക്ക് പോയിരിക്കും. അപ്പോൾ ഇനിയും തൊട്ട് എവിടെ ഈ അല്ലെങ്കിൽ DEA ഫണ്ട് കണ്ടു കഴിഞ്ഞാലും ഒന്ന് ശ്രദ്ധിച്ചു പോകുക.